നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി മോസ്കോയിൽ ആക്രമണം നടത്താം. ഇതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായ മിസൈൽസ് ഞങ്ങൾ നൽകാം. പുടിൻ ഞാൻ പറയുന്നത് ഒരല്പം പോലും കേൾക്കുന്നേയില്ല. നിങ്ങൾക്ക് എത്രത്തോളമാണോ റഷ്യൻ പ്രദേശങ്ങൾക്കുള്ളിൽ ഡീപ്പായി സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി മോസ്കോ നിങ്ങളുടെ ലക്ഷ്യപട്ടികയിൽ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. അതിന് ഞങ്ങളെ കൊണ്ട് ഏതെല്ലാം രീതിയിൽ സഹായം ചെയ്യാൻ കഴിയുമോ അവയെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഒരു നേതാവ് അറിയിപ്പ് നൽകി. ഈ ഒരു പ്രസ്താവന ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ നേതാക്കന്മാർ ഇത് പറഞ്ഞോ? അല്ലെങ്കിൽ യു കെയിലെ നേതാക്കന്മാരാണോ? അല്ലെങ്കിൽ യു കെ പ്രസിഡന്റ് ആണോ പറഞ്ഞത്? അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ റഷ്യ എതിർക്കുന്ന ചില രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളിലെ നേതാക്കന്മാർ ആരെങ്കിലും ഇത് പറഞ്ഞോ? ഇനി അതുമല്ല, സെലൻസ്കിക്ക് വളരെ അടുപ്പമുള്ള രാഷ്ട്രീയക്കാർ ആരെങ്കിലും ഇത് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. ഈ ഒരു പ്രസ്താവന പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. റഷ്യയുടെ സുഹൃത്തല്ലേ, റഷ്യയുടെ ഒരു സ്പൈ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന പറഞ്ഞു എന്നൊരു ചോദ്യം വന്നാൽ, ഇങ്ങനെ പറഞ്ഞു എന്നത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു മിസൈൽ ഉക്രൈന് ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രൈക്കിനെല്ലാം കൂടെ നിന്ന് സഹായം ചെയ്യാൻ ആവശ്യമായ ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഇപ്പോൾ ഉക്രൈന് ഡെൻമാർക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നോടൊന്ന് ഇന്റർ കണക്ട് ആകുന്ന കാര്യങ്ങളാണ്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. JASSM ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈൽ എന്ന് പറയാം. ഇത് മൊത്തം 4 രാജ്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്: ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, പോളണ്ട്, അമേരിക്ക. ഇത് അമേരിക്കയുടെ ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്ന് വേണമെങ്കിൽ പറയാം. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് എങ്ങനെയാണോ ഈ ടോറസ്, സ്കാൽപ് മിസൈൽസ്, സ്റ്റോം ഷാഡോ ഒക്കെ ഉള്ളത്, അതിനേക്കാൾ വളരെ ഹൈ പ്രിസിഷൻ കൂടാതെ ഒരു വലിയൊരു ബ്ലാസ്റ്റ് റേഡിയസ് ഉള്ള, ബ്ലാസ്റ്റ് സൃഷ്ടിക്കുന്ന ഒരു മിസൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഞങ്ങൾ ഉക്രൈൻ നൽകാൻ തയ്യാറാണ്. 2024 തന്നെ ഇതിൻ്റെ കരാറുകൾ വന്നെങ്കിൽ പോലും ഉടൻ തന്നെ ഇപ്പോൾ ഒരു 100-150 മിസൈലുകൾ വരെയും ഞങ്ങൾ ഉക്രൈൻ നൽകാൻ പോകുന്നുവെന്ന് അമേരിക്കയുടെ പക്കൽ നിന്നും ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിനകം തന്നെ ഒരുപാട് മിസൈൽസിന്റെ കാര്യത്തിൽ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ ഇത് വളരെ ഡെഡ്ലി ആണോ, അല്ലെങ്കിൽ അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു മിസൈൽ സൃഷ്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാക്കും. പ്രധാനമായും ഇത് ഉക്രൈൻ ഏതൊക്കെ ടാർഗറ്റ്സിനെതിരെ ഉപയോഗിക്കുമെന്നുള്ള ഒരു ലിസ്റ്റ് എടുത്താൽ ഹെവിലി ഫോർട്ടിഫൈഡ് ബങ്കേഴ്സ്, റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം, റഷ്യയുടെ എയർബേസസ്, റഷ്യയുടെ ആയുധശേഖരം, റഷ്യയുടെ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, ഇങ്ങനെ ഈ കീ വൈറ്റൽ ഫെസിലിറ്റീസ് ഇവയെല്ലാം നശിപ്പിക്കാൻ ഒരു സ്യൂട്ടബിൾ പ്ലാറ്റ്ഫോം തന്നെയാണിത്. ഉദാഹരണത്തിന് ഇപ്പോൾ റഷ്യയുടെ ഒരു റഡാർ സ്റ്റേഷൻ ഇവർ ലക്ഷ്യം വയ്ക്കുകയാണ്. S-400 അല്ലെങ്കിൽ S-500 പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി കോംപ്ലക്സിന് നേരെ ഇവർ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ ഒരു മിസൈൽ അവിടെ വീണ് പൊട്ടിത്തെറിച്ചാൽ ചുറ്റും 20 മീറ്ററിലുള്ള അത്രയേറെ ഇൻസ്റ്റാളേഷൻസിനെയും നിലം പരിശാക്കേണ്ട രീതിയിൽ അതിൻ്റെ ഒരു പെനട്രേഷൻ പവർ ഉണ്ടാകും. 450 കിലോഗ്രാമിൽ കൂടുതൽ വാർ ഹെഡ്സ് എടുക്കാൻ സാധിക്കും. സബ്സോണിക് ഫ്ലൈറ്റ് വേഗതയാണ്. ഇങ്ങനെ ഈ മിസൈലിനെ അത്ര പെട്ടെന്ന് കണ്ടെത്താൻ പോലും സാധിക്കില്ല. ഇത്രയും നാൾ ഉക്രൈൻ വളരെ ഡെഡ്ലി ആയ ഇങ്ങനെയുള്ള മിസൈൽസ് ഒന്നും റഷ്യൻ പൊസിഷൻസിൽ ഫയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഫയർ ചെയ്താലും അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്ന് മാത്രമേ ഫയർ ചെയ്യാനും സാധിക്കൂ. ഈ സ്റ്റോം ഷാഡോ പോലുള്ള ചില മിസൈൽസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ മിസൈൽസും അതിർത്തിയോട് ചേർന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ JASSMന്റെ ലാർജ് ഡിസ്റ്റൻസ് എന്നത് 300 കിലോമീറ്ററിലും അധികമാണ്. അപ്പോൾ വളരെ ഹെവിയായ ഒരു ഇമ്പാക്റ്റ് റഷ്യക്ക് തൊട്ടടുത്ത് വരാതെ ഈ ഒരു മിസൈലിനെ കൊണ്ട് നൽകാൻ സാധിക്കും. മാത്രവുമല്ല, സ്റ്റോം ഷാഡോയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ RCS റഡാർ ക്രോസ് സെക്ഷൻ എന്നത് വളരെ വളരെ കുറവാണ്. പോയിന്റ് ഡിഫൻസ് സിസ്റ്റത്തെ കൊണ്ട് ഇതിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അല്ലെങ്കിൽ S-400ന്റെ റഡാർ മുൻകൂട്ടി തന്നെ ഇത് പ്രവചിച്ചെടുക്കാൻ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒരു കനത്ത തിരിച്ചടി റഷ്യക്ക് അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിനു മുൻപ് കൂടുതലായും ഈ ഒരു മിസൈലിനെ ഏതൊരു യുദ്ധത്തിലും അവർ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ, അമേരിക്കൻ വെപ്പൺസിന്റെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കരമായ ഒരു ആഘാതം നൽകാൻ കഴിവുള്ള ഒരു മിസൈൽ തന്നെയാണിത്. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പദ്ധതിയോടുകൂടി തന്നെയാണ് ഉള്ളത്. ഇവർ ഉക്രൈൻ വിഷയത്തിൽ റഷ്യ പീസ് ടോക്കിന് വന്നില്ലെങ്കിൽ ഈ പീസ് ത്രൂ പവർ എന്ന ഒരു രീതിയിലേക്ക് പോകും. അതായത് ഇവരുടെ പവർ എങ്ങനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. ഉക്രൈൻ ഒരു പവർ ഷിഫ്റ്റ് നൽകുകയും റഷ്യയെ മുട്ടുകുത്തിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇത് ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ വെപ്പൺസ് നൽകിയിട്ടുണ്ട്, അതിനാവശ്യമായ കമ്മ്യൂണിക്കേഷൻസ് അമേരിക്ക വഴിയും നൽകും. എന്നാൽ ഇതിന് മുൻകൂട്ടി തന്നെ ചില വിവരങ്ങൾ ലഭിക്കാൻ ചാര ഉപഗ്രഹങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സൈനികർ സംബന്ധിക്കുന്ന ഒരുപാട് ഉപഗ്രഹങ്ങൾ നാറ്റോ നിയന്ത്രണത്തിന് കീഴിലും യൂറോപ്യൻ യൂണിയന്റെ കമാൻഡിന് കീഴിലും ഉക്രൈന് വേണ്ടി രാപ്പകലായി അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമായി ഒരു ബോൾഡസ്റ്റ് മൂവായി ഡെൻമാർക്ക് ഇപ്പോൾ ഒരു അനൗൺസ്മെന്റ് നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു സീരീസ് ഓഫ് നെറ്റ്വർക്ക്, സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉക്രൈന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നോർമൽ സാറ്റലൈറ്റ് അല്ല.
ഈ മിലിറ്ററി ഗ്രേഡ് സാറ്റലൈറ്റ്സും സൈനികർക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക്സും ഞങ്ങൾ ഉക്രൈന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം അതിന്റെ റിസീവർ, ടെർമിനൽസ് എല്ലാം തന്നെ യുദ്ധകാല സാഹചര്യത്തിൽ അടുത്ത ചില ദിവസത്തിൽ തന്നെ ഉക്രൈനുള്ളിൽ സെറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ലഭിക്കും. ഞങ്ങളുടെ രാജ്യം വഴി ഉക്രൈനിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻസ് എല്ലാം പോകുന്നതിന് പകരം അവർക്ക് നേരിട്ട് ആ സാറ്റലൈറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവർക്ക് ആവശ്യമായ കോർഡിനേറ്റ്സ് സെറ്റ് ചെയ്യാം, അവർക്ക് ആവശ്യമായ ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാം. ഇങ്ങനെ പൂർണ്ണമായും ഉക്രൈൻ തന്നെ ആ ഒരു പെർമിഷൻ എല്ലാം നൽകാൻ പോവുകയാണ് എന്നൊരു അറിയിപ്പ് കൊടുത്തു. ഇത് എത്ര വലിയ ബോൾഡ് മൂവ് ആണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഇതിന് മുൻപ് വരെയും ഉക്രൈൻ്റെ പക്കൽ ഇങ്ങനൊരു ഫംഗ്ഷൻ ഇല്ലായിരുന്നു. മറ്റ് രാജ്യങ്ങൾ വഴി, അതായത് അവരുടെ ഡാറ്റ എടുത്ത് ആവശ്യമായ ചില ഡേറ്റാസ് മാത്രമേ ഉക്രൈൻ നൽകുകയുള്ളൂ. എല്ലാം അങ്ങനെ നൽകില്ല. കാരണം വളരെ സെൻസിറ്റീവായ ചില ഡീറ്റെയിൽസ് ഉണ്ടാകും. റഷ്യ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ നൽകില്ല. അത് UK ആയിരുന്നാലും അമേരിക്ക ആയിരുന്നാലും ശരി. ചില കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്തതിനു ശേഷം ചില ഡീറ്റെയിൽസ് മാത്രമേ നൽകുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഉക്രൈൻ ലഭിച്ചിരിക്കുന്ന ഈ ഒരു ആക്സസിലൂടെ പിൻ പോയിന്റ് ആക്യുറസിയോട് കൂടി അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇത്രയേറെ വെപ്പൺസ് ഉണ്ട്, ഇവിടെ ഇത്രയേറെ ആർമഡ് വെഹിക്കിൾസ് ഉണ്ട്, ഇവിടെ റഷ്യയുടെ ട്രൂപ്പ് ഡെപ്ലോയ്മെന്റ് ഇങ്ങനെയുണ്ട്. ഇങ്ങനെ എല്ലാം ലൈവായി തന്നെ ഉക്രൈനെ കൊണ്ട് കാണാനും അറിയാനും സാധിക്കും. അപ്പോൾ ആരോ ഒരാൾ വഴി ലഭിക്കുന്ന ഡാറ്റ കറങ്ങിത്തിരിഞ്ഞ് ഉക്രൈനിലേക്ക് വരുന്നതിന് പകരം ഉക്രൈൻ തന്നെ അത് എടുക്കാമെന്നുള്ള ഒരു അപ്രൂവൽ ഇപ്പോൾ ഡെൻമാർക്ക് നൽകിയിട്ടുണ്ട്. ഇത് തീർച്ചയായും വളരെ ബ്രേക്ക് ത്രൂ ആയ കാര്യമാണ്. ഇത് ഉക്രൈന് വലിയൊരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് നൽകിയത്. എന്നാൽ ഈ സഹായത്തിന് സെലൻസ്കി ആർക്ക് നന്ദി പറഞ്ഞില്ലെങ്കിലും ട്രംപിന് തീർച്ചയായും നന്ദി പറയണം. ഈ വെപ്പൺസ് നൽകുന്നതിന് വേണ്ടിയാണോ സെലൻസ്കി ട്രംപിന് നന്ദി പറയേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. മാർച്ച് മാസത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഇതിനുശേഷം ഞാൻ ഏതൊരു ഇന്റലിജൻസും ഉക്രൈൻ നൽകില്ല. ഉക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ഉക്രൈനിന്റെ സമാധാനത്തിന് വരുന്നില്ല. അതുകൊണ്ട് മുഴുവൻ സിഗ്നൽ ഇൻപുട്സും സിഗ്നൽ ഇന്റലിജൻസ് എല്ലാം ഞങ്ങൾ കട്ടേകയാണ്. അതായത് ഈ മിനറൽ ഡീൽ ഉക്രൈൻ സൈൻ ചെയ്യാനായി ഒരു പ്രഷർ എന്ന രീതിയിൽ അമേരിക്ക ഇവയെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് യൂറോപ്പിന്റെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക, നിങ്ങളുടെ കോണ്ടിനെന്റിൽ നടക്കുന്ന പ്രശ്നം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളുക എന്ന് മുഴുവൻ ഭാരവും എടുത്ത് യൂറോപ്യൻ യൂണിയന്റെ തലയിലേക്ക് വെച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്തതിന്റെ പ്രധാനപ്പെട്ട കാരണം പീസ് ടോക്ക് അവിടെ സംഭവിക്കണം. ഈ യുദ്ധത്തെ അടിസ്ഥാനമാക്കി ഉക്രൈനിലുള്ള ഈ വിഭവങ്ങളെല്ലാം അമേരിക്കയ്ക്ക് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ അദ്ദേഹം അവിടെ ചെയ്ത ഒരു തെറ്റുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനെ കൊണ്ട് ഏറെ ദിവസം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് ഏറെ ദിവസം ഉക്രൈന് വലിയ സഹായങ്ങളും നൽകാൻ കഴിയില്ല എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ അദ്ദേഹം ചിന്തിച്ചതിനേക്കാൾ വിപരീതമായ കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. ട്രംപിന്റെ ഈ ഒരു ബാനിന് ശേഷം ചില ദിവസത്തിൽ അദ്ദേഹം ആ ബാൻ മാറ്റി. എന്നാൽ ആ ഒരു അനൗൺസ്മെന്റ് വന്നതിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്നും യുക്രൈനിലേക്ക് വരുന്ന സഹായം എന്നത് 35% അധികമായിട്ടുണ്ട്. ഇത് എപ്പോഴത്തെയും പോലെ ഇല്ലാത്ത തരത്തിൽ, അതും കഴിഞ്ഞ 3 വർഷത്തിൽ ഇല്ലാത്ത രീതിയിൽ കൂടുതൽ വെപ്പൺസ് ഫ്ലോ ഉക്രൈനിലേക്ക് വന്നുകൊണ്ടിരുന്നു, യൂറോപ്യൻ യൂണിയനിൽ നിന്നും മാത്രമല്ല മിലിറ്ററി സാറ്റലൈറ്റ്സ് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഉക്രൈൻ യൂറോപ്യൻ യൂണിയന് സഹായം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ ട്രംപ് കാരണം ഉണ്ടായ ഒരു കാര്യം സഹായങ്ങൾ ഇപ്പൊ തടസ്സം കൂടാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റഷ്യക്ക് നല്ല വാർത്തയല്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്നോടൊന്ന് ഇങ്ങനെ കണക്ട് ആകുന്നുണ്ട്. സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുവഴി റഷ്യയുടെ പ്രവർത്തനങ്ങൾ വ്യക്തമായി തന്നെ ഉക്രൈൻ അറിയാൻ സാധിക്കും. അറിയുക മാത്രമല്ല, വെപ്പൺസ് ലഭിക്കാൻ പോവുകയാണ്. അടുത്ത് അമേരിക്കയുടെ പക്കൽ നിന്നും സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ലഭിക്കും. അപ്പോൾ സിഗ്നൽ ഗ്യാദർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ലഭിച്ചിട്ടുണ്ട്. ഗ്യാദർ ചെയ്ത സിഗ്നൽസ് എല്ലാം പ്രോസസ്സ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്യുന്ന വെപ്പൺസ് പ്ലാറ്റ്ഫോം ലഭിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയൊരു നല്ല കാര്യം ഈ വർഷത്തിൽ ഉക്രൈന് മറ്റൊന്ന് ലഭിക്കാനേ ഇല്ല. അപ്പോൾ റഷ്യയ്ക്കുള്ള ഒരു ഓപ്ഷൻ എന്നത് ഒന്നുകിൽ ഈ വെപ്പൺസ് പ്ലാറ്റ്ഫോം ഇതിൻ്റെ ഡെലിവറിയൊക്കെ വരുന്നതിന് മുൻപ് ഉക്രൈനിലുള്ള കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ട് ഒരു സീസ് ഫയർ കൊണ്ടുവരിക, അല്ലെങ്കിൽ സമാധാന ചർച്ച നടത്തുക. ഇനി അതല്ല എങ്കിൽ അത് ഞാൻ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടറിയുക എന്ന് പറഞ്ഞ് പരസ്പരം വീണ്ടും പോരാടി ജയിക്കുക. ഇതാണ് റഷ്യയ്ക്കുള്ള ഒരു ഓപ്ഷൻ. റഷ്യ ഇതിനെ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ഏത് വെപ്പൺസ് വേണമെങ്കിലും നൽകുക, JSSM നൽകുക, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കലുള്ള അഡ്വാൻസ്ഡ് ക്രൂയിസ് മിസൈൽസ് ഒക്കെയും നൽകുക. അതിനെ ഞങ്ങൾ എങ്ങനെ ഡിഫൻഡ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. ഇതുവരെയും വെസ്റ്റേൺ വെപ്പൺസിന് ഏത് തരത്തിലുള്ള ഒരു വിധിയാണോ ഉക്രൈനിൽ എഴുതപ്പെട്ടത് അത് തന്നെയായിരിക്കും ഈ ഒരു മിസൈലിനും സംഭവിക്കുക. അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക എന്ന ഒരു മുന്നറിയിപ്പും റഷ്യ നൽകി. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും റഷ്യക്കെതിരെയുള്ള ചില നടപടികളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ഇത് എത്രത്തോളം നീട്ടിക്കൊണ്ടു പോകുമെന്നറിയില്ല. അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ ഇവിടെയും ഒരു മാറ്റം അല്ലെങ്കിൽ പ്രസ്താവനയിൽ ഒരു ചേഞ്ച് ഒക്കെ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വോയിസ് ഓവിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.